നാളായി സാക്ഷികളായി നിൽപ്പാൻ നിങ്ങളെ കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പാട്ടിന്റെ ഇരടികൾ കൂടെ ചേർന്ന് പാടി കർത്താവിൽ നാം സന്തോഷിച്ച അനന്തരം എനിക്ക് തോന്നുന്നു മെസ്സേജ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും പാട്ട് നല്ലത്. ഇന്ന് രാത്രിയിൽ തിരുവനന്തപുരത്തിൽ സംസാരിപ്പാൻ ഞാൻ ഒരാൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. പ്രിയ പൈതൽ ബെൻസി സാമാണ്. അതിനു മുമ്പേ നാം വായിച്ച ഈ തിരുവചന ഭാഗത്ത് അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇപ്പോൾ ഇസ്രായേലേ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹം പകർന്നു വെച്ചിട്ടുണ്ട്. ദൈവം നമ്മെ ഒരു ദേശത്ത് ആക്കി വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് ചുമ്മാതെ അങ്ങോട്ട് കയറി ചെന്ന് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അത് നമുക്ക് കൈവശമാക്കണമെങ്കിൽ നാം അനുഷ്ഠിക്കേണ്ട, നാം ചെയ്യേണ്ട ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അത്രയും മാത്രം പറഞ്ഞ് ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. തുടർന്ന് തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിപ്പാനുള്ള അവസരമാണ്. പ്രിയ പൈതൽ ബെൻസി സാം തുടർന്നുള്ള 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 12 മിനിറ്റ് വചനത്തിൽ നമ്മോട് സംസാരിപ്പാനിടയായിട്ടുണ്ട്. താങ്ക് യു പാസ്റ്റർ. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി AGMDCയുടെ പ്രാർത്ഥനാ യോഗമായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി കടന്നു വന്ന് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ ദൈവം ചെയ്ത നന്മകൾക്കൊക്കെയും നന്ദി അർപ്പിക്കുവാനും തന്നെയുമല്ല, വീണ്ടും നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള നിരവധി സഹോദരങ്ങൾക്കും അവരുടെ പല വിഷയങ്ങൾക്കും വേണ്ടിയും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി കരേറ്റുന്നു. സ്തോത്രം. സഭയുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഇതിന് ചുമതല വഹിക്കുന്ന ദൈവദാസന്മാർ, ചുമൽ നൽകുന്ന ദൈവജനങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കൃപയിൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത് വെറും കാഴ്ചക്കാരായിട്ട് ഇരിക്കുവാൻ മാത്രമല്ല, ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണുവാനല്ല, പരസ്പരം മെസ്സേജ് ഇടുവാനല്ല, പിന്നെയോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ പ്രാർത്ഥനയും നമ്മുടെ യാചനയുടെ ശബ്ദവും കേൾക്കുന്ന ഒരു ദൈവത്തോട് അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവജനമേ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം മാത്രമാണോ? അല്ല, ആ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും തക്ക സമയത്ത് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിലെ ഒരു നിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രവാചകൻ തന്റെ പുസ്തകത്തിലെ 33-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. യഹോവ എന്ന നാമം ഉള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആമീൻ. സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് നിനക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം ഇത് ഏത് പശ്ചാത്തലത്തിലാണ് യഹോവയായ ദൈവത്തിൽ നിന്നും യിരെമ്യാ പ്രവാചകന് ഇപ്രകാരം ഒരു അരുളപ്പാട് ലഭിക്കുന്നതെന്ന്. ക്രിസ്തു ജനിക്കുന്നതിനും 600 വർഷങ്ങൾക്ക് മുമ്പ് ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായി ജനിച്ചവൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം അവനെ അറിഞ്ഞു. ആ യഹോവ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ അവനെ വിശുദ്ധീകരിച്ചു, അവനെ ജാതികൾക്ക് പ്രവാചകനായി നിശ്ചയിച്ചു. ആമേ. സ്തോത്രം. തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? യഹൂദ രാജ്യം പാപത്തിൽ കഴിയുമ്പോൾ ദൈവം അവനെ ജാതിയോട് പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പാൻ വേണ്ടി വിളിച്ചു. ആമീൻ. സ്തോത്രം. അവൻ യെരുശലേമിന്റെ നാശത്തെ പ്രവചിച്ചു.
പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ബാബേൽ രാജാവിന്റെ സൈന്യത്തിന്റെ പിടിയിലാകും, അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അവർ നിങ്ങളെ കീഴ്പ്പെടുത്തും, നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ലഭിക്കുകയില്ല, നിങ്ങൾ ദൈവത്തോട് പിന്തിരിഞ്ഞ് നടക്കുന്നു എന്ന് ഈ പ്രവാചകൻ വന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജനത്തോട്. എന്നാൽ ഇത് കേട്ടിട്ട് നഗരത്തിലെ പ്രഭുക്കന്മാർ അവർക്ക് സഹിച്ചില്ല. അവർ ഇത് കേട്ടിട്ട് അവൻ പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ നിരസിക്കുകയാണ്. അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. അവരെന്ത് ചെയ്തു? സിദെക്കീയ രാജാവിനോട് പോയി പറയുകയാണ്, പ്രഭോ, ഇവൻ നമ്മുടെയും നമ്മുടെ സൈന്യത്തിന്റെയും ധൈര്യമൊക്കെയും ചോർത്തിക്കളയുവാൻ ശ്രമിക്കുവാണ്, അതുകൊണ്ട് ഇവനെ കൊന്നുകളയണം. അപ്പൊ രാജാവ് ഇവരോട് പറയുകയാണ്, അവൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ തീരുമാനിച്ചോളൂ, അവനെ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അവരെന്ത് ചെയ്തു? ഈ പ്രഭുക്കന്മാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രവാചകനെ എന്ത് ചെയ്തു? ഒരു കാവൽപ്പുര മുറ്റത്തെ കുഴിയിലിട്ട് അടച്ചു. നോക്കണേ, ആ കുഴിയോ വെള്ളമില്ലാതെ ചെളി കൊണ്ട് നിറഞ്ഞതും, ആ കുഴിയിൽ ചെളിയിൽ പുതഞ്ഞ് നിരാലംബനായി താണു വീണ് കിടക്കുകയാണ്. നമുക്കറിയാം, വെള്ളം കുറവാണ്, ചെളി പോലെ പുതഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ താണു പോവുകയാണ്. അവിടെ ആഹാരം കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല. താൻ നേരിട്ട ഏറ്റവും വലിയ, ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കണം, ദൈവത്തിൽ ഭക്തനായ യിരെമ്യാ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ നേരിട്ട ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത്, സ്തോത്രം, വെള്ളമില്ല, ആഹാരമില്ല, താൻ തീർച്ചയായും മരിക്കും, എങ്ങനെ രക്ഷപ്പെടണമെന്ന് പോലും അറിയാത്ത ഞെരുങ്ങിയിരിക്കുന്ന ഒരു സമയം. ആമേൻ, സ്തോത്രം. അവിടെ ദൈവം അവനെ കാണാതെ പോയില്ല, ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. പിന്നെയോ, യഹോവ എന്ന നാമമുള്ളവൻ, സകലത്തിലും അധികാരിയായവൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവനെ അറിഞ്ഞവൻ, അല്ലെങ്കിൽ അവന്റെ സാഹചര്യങ്ങൾ, അവന്റെ ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു എന്ന് അറിഞ്ഞ യഹോവ അവനോട് അരുളി ചെയ്യുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഈ സങ്കടത്തിൽ നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമാണ്. അതെ പ്രിയ ദൈവജനമേ, എനിക്കറിയത്തില്ല നമ്മളോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. സ്തോത്രം. ഒരു കുഴിയിൽ അകപ്പെട്ട അവസ്ഥയിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു പക്ഷേ മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കാം, സ്തോത്രം, ജോലിയിലെയോ ബിസിനസ്സിലെയോ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളായിരിക്കാം, രോഗത്തിന്റെ ബുദ്ധിമുട്ടിലായിരിക്കാം, ചില വ്യക്തികളുടെ മാനസാന്തരമായിരിക്കാം, ഒരു പക്ഷേ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, അതും അല്ലെങ്കിൽ മക്കൾക്ക്, തലമുറകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തലമുറകളുടെ ഭാവിക്ക് വേണ്ടിയിട്ടോ ആയിരിക്കാം. പക്ഷേ കുഴിയിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇന്ന് രാത്രികാലം സൈന്യങ്ങളുടെ യഹോവ നമ്മോട് അരുളി ചെയ്യുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിന്റെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. ആമീൻ, സ്തോത്രം. വെറുതെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. തക്ക സമയത്ത് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം നനച്ചിരിക്കാത്ത സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയത്തില്ല, ഒരുപക്ഷെ സങ്കടങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് ഒട്ടും അനുകൂലമായിരിക്കണമെന്നില്ല. പക്ഷെ ആ ദൈവം നാം വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനകളും യാചനകളും കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ അവങ്കിലേക്ക് സമർപ്പിക്കാൻ നാം ഒറ്റയ്ക്കല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹം ഇതാ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ആരെങ്കിലും, ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും യഹോവയുടെ നന്മ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങളോ നന്മകളോ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ മാത്രം പ്രാർത്ഥന കൊണ്ടല്ല, എൻ്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനം, ഒരു ദൈവജനം, ദൈവദാസന്മാർ, അവരുടെ കൂടി പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളോ നന്മകളോ ഒക്കെ ലഭിച്ചിട്ടുള്ളത്. സ്തോത്രം. നോക്കിയേ, ഈ സൂം പ്ലാറ്റ്ഫോമിലെ കാര്യം തന്നെ നോക്കിയേ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ മാത്രം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണോ നാം കൂടിയിരിക്കുന്നത്? അല്ല, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമുക്ക് തന്നിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോകത്ത് നമുക്ക് നേരിട്ടറിയാത്ത പല വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, പല ദേശങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്തിനേറെ പറയുന്നു, ചില വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നാം ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു ദൈവജനം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ ഞാൻ അതിനായിട്ട് സ്തുതിക്കുന്നു. ദൈവം അതിനെല്ലാ പ്രിയപ്പെട്ടവരെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നോക്കിയേ, എങ്ങനെയാണ് പ്രവാചകന്റെ കരങ്ങൾ ആ ചെളിക്കുഴിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ കിണറ്റിൽ നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് പ്രവാചകനെ ദൈവത്തിന്റെ കരങ്ങൾ രക്ഷിച്ചതെന്ന് കൂടി നോക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ ദൈവം അവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. അവിടെ 38 അധ്യായത്തിന്റെ 7 ഇപ്രകാരം പറയുന്നുണ്ട്. അവിടെ ഒരാള് ഒളിഞ്ഞിരുന്ന് കാണുകയാണ്. ഈ യിരെമ്യാവിനെ കുഴിയിൽ പിടിച്ചിട്ടപ്പോൾ ഒളിഞ്ഞിരുന്ന് ഒരാൾ കാണുന്നു. എബെദ് മെലേക്ക് എന്ന് പറയുന്ന ഒരു ഷണ്ഡൻ കണ്ടു.
ഇവൻ എന്ത് ചെയ്തു? ഉടനെ ഓടിപ്പോയി രാജാവിന്റെ അടുത്ത് പോയി പറഞ്ഞു, പ്രഭോ, ഈ പ്രവാചകനെ ഇവരെല്ലാം കൂടെ ചേർന്ന് കുഴിയിലിട്ട് അടച്ചിരിക്കുകയാണ്. അവൻ അവിടെ ആഹാരം കിട്ടത്തില്ല, അവൻ മരിച്ചു പോകും, ഉറപ്പാണ്. അപ്പം രാജാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 30 ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് പോയി നീ അവനെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിച്ചുകൊണ്ട് വാ. ഇത് കേട്ട പാതി ഇവൻ എന്ത് ചെയ്തു? ഈ ഷണ്ണൻ അല്ലെങ്കിൽ ഏബേദ് മേലേക്ക് എന്ന് പറയുന്ന ഇവൻ എന്ത് ചെയ്തു? ആൾക്കാരെയും കൂട്ടിട്ട് കുറെ പഴംതുണികളും കുറെ കയറും ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് യിരെമ്യാ പ്രവാചകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ കൊണ്ടു ചെന്നിട്ട് ഇവന് ഈ പഴംതുണികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതെല്ലാം നീ എന്ത് ചെയ്യണം? നിന്റെ ദേഹത്തും കഷത്തും എല്ലാം ഇട്ട് ചുറ്റി കെട്ടി ആ കയറിട്ടൊന്ന് മുറുക്കുക, ഞാൻ നിന്നെ വലിച്ചു കയറ്റാൻ പോവുകയാണെന്ന്. ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷകൾ മങ്ങുന്ന സമയത്ത് ദൈവം ഇതുപോലെ പ്രവർത്തിച്ചു തുടങ്ങും. ചില പ്രിയപ്പെട്ടവരെ ഇതിനായിട്ട് ദൈവം ഉപയോഗിക്കും. ആമീൻ, സ്തോത്രം. നമുക്കറിയാം, ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില വ്യക്തികളെ ദൈവം അയച്ചിട്ടില്ലേ, ഉപയോഗിച്ചിട്ടില്ലേ? പ്രതീക്ഷയറ്റു പോകുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കൈ പിടിച്ചുയർത്തുവാൻ ചിലരെ ദൈവം ഉയർത്തിയത്, ചിലരെ ദൈവം അയച്ചത്. തന്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ടിട്ട് തക്ക സമയത്ത് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ചെറിയ ചിന്ത ഞാൻ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്, പ്രിയ ദൈവജനമേ. നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം, ജയോത്സവമായി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, നാം മനസ്സിൽ കരുതിയാലും വലുതായിട്ട് ഒരുക്കുന്ന ഒരു ദൈവം, രാത്രിയുടെ 3-ാം യാമത്തിലും നമ്മുടെ കിടക്കമേൽ തലങ്ങണയോട് കവിൾ ചേർത്ത് വെച്ച് നീറുന്ന വിഷയവുമായിട്ട് കരയുന്ന ദൈവ പൈതലാണ് നമ്മൾ, അല്ലെങ്കിൽ ദൈവ പൈതലെ. നമ്മുടെ വിഷയം എന്തു ആയിക്കൊള്ളട്ടെ, സ്തോത്രം, ആ 3-ാം യാമത്തിലും ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, മയങ്ങാത്ത, ഉറങ്ങാത്ത, നമ്മെ പരിപാലിക്കുന്ന, മാറ്റം വരാത്ത, വിശ്വസ്തനായ, നീതിമാനായ ദൈവം അവന്റെ വചനത്തിന് വിശ്വസ്തനായ ഭക്തന്മാരെ കാത്തു സൂക്ഷിക്കും. നമ്മുടെ പ്രാർത്ഥനകളോ യാചനകളോ വെറുതെ ആവത്തില്ല. ആ ദൈവത്തിന്റെ കൈകൾ ഇനിയും കുറുകിയിട്ടില്ല. സ്തോത്രം. ദൈവം ആഴത്തിലുള്ള മറുപടികൾ നൽകി നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ പ്രാപ്തനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചുരുക്കുകയാണ്, എന്റെ സമയം തീരുന്നു. ഇപ്രകാരം നിങ്ങളുമായിട്ടൊരു ചിന്ത ഷെയർ ചെയ്യുവാൻ അവസരം തന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. അതുപോലെ സമയം അനുവദിച്ച് നൽകിയ ദൈവദാസനുള്ള പ്രത്യേക നന്ദിയെ ഓർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം കൂടി മാത്രം വായിച്ചുകൊണ്ട്, ഒറ്റൊരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടത്രേ. ദൈവം ധാരാളമായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്യത്തിൽ ഇരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ആമേൻ, ആമേൻ. താങ്ക് യു മോനെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു തിരുവചനത്തിന്റെ ആലോചന ഇന്ന് രാത്രികാലം നമുക്ക് ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. നമുക്ക് തനിയെ കയറി വരുവാൻ കഴിയാത്ത ആമേൻ അവസ്ഥകളിലാകുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗം വഴികൾ തുറക്കും. ആമേൻ. അത് രണ്ടു പക്ഷമില്ല. ആമേൻ. അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഞാൻ എൻ്റെ അടുത്ത ചുവട് എവിടെ വെക്കും, ഞാൻ എന്തു ചെയ്യും എന്ന് നമ്മൾ പരവശരായി തീരുമ്പോൾ, ആമേൻ, അതിനു മുമ്പേ നമുക്ക് വേണ്ടി കരുതലുകൾ അയക്കുന്ന, ആമേൻ, വ്യക്തി ജീവിതങ്ങളെ ഒരുക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അബ്രഹാം യാഗം കഴിക്കാൻ പോയ കാര്യം നമുക്കറിയാം. ഹല്ലേലൂയ. സർവ്വതും ഒരുക്കി, ബാലനെ കരങ്ങൾ കാലുകൾ കെട്ടി അതിന്റെ മേൽ കിടത്തി, കത്തി കയ്യിലെടുത്തപ്പോൾ പറഞ്ഞു, ആമേൻ, തുടരുത്, നിനക്ക് വേണ്ടി യാഗം അർപ്പിക്കുവാൻ, ഹല്ലേലൂയ, ആ മുറ്റുകാട്ടിൽ ഞാനൊരു, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആട്ടിൻകുട്ടിയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്, എത്ര വല്ലഭനാണ്. സ്തോത്രം. തുടർന്ന് ഒരു പാട്ടിന്റെ ഈരടികൾ നമുക്ക് ശ്രദ്ധിക്കാം, ചേർന്ന് പാടാം. കർത്താവ്